ഈ സർക്കാരിന്റെ കാലയളവിൽ മനുഷ്യ വന്യജീവി സംഘർഷ പ്രതിരോധ നിർമ്മിതിക്കായി ചെലവഴിച്ച തുക 30 കോടി രൂപയാണ്. വനം വകുപ്പിന്റെ നഷ്ടപരിഹാരം നൽകിയ തുകയാകട്ടെ 72 കോടി രൂപയും. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതി ശീർഷകത്തിൽ ആകെ ചെലവഴിച്ചത് 731.75 കോടി രൂപയാണ്. ഇത്രയും വലിയ സംഖ്യ അടുത്ത കാലത്തൊന്നും വനം വകുപ്പിന് ലഭ്യമായിട്ടില്ല എന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച സവിശേഷത. ഇതിന്റെ ഭാഗമായി ഈ മനുഷ്യ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ പഞ്ചായത്തും എന്ന് പറയുമ്പോൾ മലയോര മേഖല പങ്കിടുന്ന പഞ്ചായത്തുകളിലെല്ലാം ഒരു സ്പെഷ്യൽ ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ്. അദ്ദേഹം സ്ഥിരമായി പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പൗരന്മാർക്ക് അവിടെ വന്ന് പരാതി പറയാനും പരിഹാരം കാണാനുമുള്ള ഏറ്റവും അടുത്ത ഒരു ഔദ്യോഗിക കേന്ദ്രം എന്നുള്ള നിലയിലാണ് പഞ്ചായത്തുകളെ അതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുത്ത ആളുകൾക്കുള്ള പരിശീലനം നൽകുന്ന നടപടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതും മാർച്ച് 31 അവസാനിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നമ്മൾ RRTകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വനം വകുപ്പിന്റെ അധികാരമേറ്റ ആദ്യം ദിവസങ്ങളിൽ വനം വകുപ്പ് മന്ത്രിയുടെ നേരെ ഉയർന്നു വന്ന വെല്ലുവിളി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ദേശീയോദ്യാനങ്ങൾക്കും വന്യമൃഗ സംരക്ഷണ സങ്കേതങ്ങൾക്കും ചുറ്റും 10 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വിധിയുണ്ടായി. ആ വിധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നാലോചിച്ചു. ഞങ്ങൾ അന്ന് ജനങ്ങളോട് പറഞ്ഞത്, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞിന് പോലും അവിടെ നിന്നും ചട്ടിയും കലവുമായി നാടുവിട്ടു പോകേണ്ട അവസ്ഥ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലെന്നും ഗവൺമെന്റ് നിങ്ങളോടൊപ്പമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ സഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ അതിന്റെ വാതിൽപ്പടിയിൽ കയറാൻ പോലും കോടതി നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ബഫർ സോൺ എന്നത് ഒരടഞ്ഞ അധ്യായമായി മാറാനുള്ള നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയും ചെയ്തു. നല്ല തുടക്കമായിരുന്നു അത്. അതേപോലെ തന്നെയാണ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 1972 രൂപീകരിച്ച പാസാക്കിയ കേന്ദ്ര നിയമമാണ് കേരളത്തിലെ വനം വകുപ്പിനെ നയിക്കുന്നത്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും. ആ നിയമത്തിലെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയ നൂലാമാലകളാണ് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള തടസ്സമെന്ന് പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങളത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിരന്തരമായി അഭ്യർത്ഥിച്ചു. പക്ഷേ ഒരു അനുകൂല പ്രതികരണവും അവിടെ ഉണ്ടായില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക സഹായം അപേക്ഷിച്ചു. ഒരു അനുകൂല പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ ഇതെല്ലാം ഞങ്ങൾ തന്നെ സാധിക്കുകയും ഈ കേരളത്തിലെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വനവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഏറ്റവും ഒടുവിൽ പാസ്സായത്, അംഗീകരിച്ചത് ഈ 72 നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലാണ്. ഞങ്ങൾ ധരിച്ചത് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുകയില്ല എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കാതെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബിൽ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഞങ്ങൾ പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ചെയ്യുന്നത് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക, തൂക്കുവേലി കെട്ടുക, കിടങ്ങുകൾ കുഴിക്കുക തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായ ശൈലിയാണ്.
ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രതിരോധ ഘടകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അക്രമം ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2500 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് 75% പ്രദേശത്തെ ജനങ്ങൾക്കും ആശ്വാസം നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ബാക്കിയുള്ളത് ഈ വിളകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണ് എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ മറുപടി പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു, അതിന് ശാസ്ത്രീയമായ മറ്റ് പരിഹാര മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തും, അവരെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏർപ്പെടുത്തി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശ്രമം നടത്താമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും കാര്യക്ഷമതയുള്ളൊരു സർവീസാക്കി ഈ വനം വകുപ്പിനെ മാറ്റിയെടുക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ വന്യമൃഗശല്യവും മരണവും മാത്രം വലിയൊരു ചർച്ചാ വിഷയമാകുമ്പോൾ വകുപ്പ് അതിൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിസ്മരിക്കപ്പെട്ടു പോയി എന്ന് തോന്നിയതുകൊണ്ടുകൂടിയാണ് അത് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ നൽകിയ പിന്തുണ നല്ല പിന്തുണയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിമർശനമാണല്ലോ കാര്യമായിട്ടുണ്ടായത്. ആ വിമർശനം കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ എനിക്ക് പ്രേരണ നൽകി എന്ന നന്ദിയാണ് നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ തൃശ്ശൂരിൽ സ്ഥാപിക്കുന്ന സുവോളജിക്കൽ പാർക്ക് കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂരിൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഈ 28-ാം തീയതി വരെ മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പരീക്ഷണാർത്ഥമാണ് ആ സൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂവിൻ്റെ നിയമാനുസൃതമായ പ്രവർത്തനം 28-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്. കാരണം നമ്മളിനി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടിക്കറ്റ് വെച്ച് ഉള്ള സർവീസാണ് ഇനി മുതൽ ആരംഭിക്കുന്നത്. ഇതുവരെ 3 മാസം വേണമെങ്കിൽ ഒരു ട്രയൽ റണ്ണിംഗ് ആണ് നടത്തിയത്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാരണം മുമ്പ് പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. എന്നാൽ 360 കോടി രൂപ കിഫ്ബി വഴി ലഭിച്ചതുകൊണ്ടാണ് ആ പരിപാടി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോട്ടൂരിൽ ആന സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അത് 105 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ജനങ്ങൾക്കും കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും എല്ലാവർക്കും സ്വീകാര്യമായ ആസ്വദിക്കാൻ കഴിയുന്ന സഹകരിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ 5 വർഷം പൂർത്തിയാക്കുന്നത്.